അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധമായ റമദാനിന്റെ നിർണായകമായ പ്രഗത്ഭമായ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞ 27ന്റെ രാത്രിയാണ് നമുക്ക് കടന്നു വരുന്നത്. ഈ രാത്രിയിൽ എണ്ണമില്ലാത്തത്ര സൗഭാഗ്യം സ്വന്തമാക്കാൻ വേണ്ടി, ലൈലത്തുൽ ഖദ്ർ നേടാൻ വേണ്ടി എന്തൊക്കെ നാം ചെയ്യണം, മുഴുവനും കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പാടില്ല, ഇന്ന് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും നാം ഉൾപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞ ആയത്ത് ഇൻഷാ അല്ലാഹ് ആദ്യം വിശദീകരിച്ചുകൊണ്ട് പിന്നെ ഇൻഷാ അല്ലാഹ് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നാം പോവുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. അതായത് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, ഇന്നത്തെ ദിവസം മലക്കുകളും റൂഹും ഇറങ്ങുന്ന സമയമാണ്. പ്രിയമുള്ളവരെ, റൂഹ് എന്ന് പറയുമ്പോൾ മലക്കുകൾ ഇന്ന് സിദ്റത്തുൽ മുൻതഹയിൽ ഇങ്ങനെ കോടാനുകോടി മലക്കുകൾ ജിബ്രീലോടൊപ്പം ഇറങ്ങുന്ന ഈ സന്ദർഭത്തിൽ അതോടൊപ്പം റൂഹ് ഇറങ്ങുമെന്നാണ്. റൂഹ് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ ജിബ്രീലാണെന്നും അള്ളാഹുവിന്റെ റസൂലാണെന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു അഭിപ്രായം. അതായത് റൂഹ് എന്ന് പറഞ്ഞാൽ അത് അന്നഹു റൂഹുൽ അഖ്ദിബാഉ മിനൽ അംവാത്ത്, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ, നമ്മുടെ പാപ്പ, അതുപോലെ വെല്ലിപ്പ, വെല്ലിമ്മ, ജ്യേഷ്ഠൻ, അനുജൻ, മക്കൾ, നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരും എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ രാത്രി യാ റബ്ബന ഇസല്ലനാ ബിന്നുസൂലി ഔ മനാസിലന, അല്ലാഹുവേ ഞങ്ങൾക്ക് സമ്മതം നൽകണേ അല്ലാഹ്, ബിന്നുസൂലി മനാസിലന, നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് പോകാൻ നമുക്ക് സമ്മതം നൽകണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് അവർ ഇന്ന് സമ്മതം ചോദിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, കുടുംബക്കാർ നമ്മുടെ വീട്ടിലേക്ക് അവർ വരും. ഔലാദന, നമ്മുടെ മരണപ്പെട്ടു പോയവരെ നമ്മെ അവർ കാണും. കണ്ട ഉടനെ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, വല്ലാത്ത വേദനിപ്പിക്കുന്ന വാക്കാണ്. അവർ വീട്ടിന്റെ അരികിൽ വരും, വീട്ടിന്റെ കതക് മുട്ടും, വീട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അവർ കയറും. എന്നിട്ട് തസദ്ദഖൂ അലൈനാ ഫീ ഹാദിഹിൽ ലൈല, ഈ അനുഗ്രഹീതമായ രാത്രിയിൽ നിങ്ങൾ നമ്മളെ ഓർത്ത് എന്തെങ്കിലും ഒന്ന് നമ്മുടെ പേരിൽ സ്വതക്ക ചെയ്യണേ, ബിസ്വതഖത്തിൻ, എന്തെങ്കിലും ഒന്ന്. കാരണം എന്നിട്ട് പറഞ്ഞു വല്ലുക്കുമത്തൻ, അതും സാധ്യമല്ലെങ്കിൽ ഒരു പിടി ഭക്ഷണങ്ങൾ നമ്മുടെ പേരിൽ ദാനധർമ്മം ചെയ്യണേ. ഫഇന്നാ മുഹ്താജൂന ഇലൈഹ, ഞങ്ങൾ അതിന് ആവശ്യമുള്ളവരാണ്, അതുകൊണ്ട് മറക്കല്ലേ. ഫഇൻ ബഖിൽതും, നിങ്ങൾ ബഖീലന്മാരാണെങ്കിൽ, ബിഹാ, നിങ്ങൾ അങ്ങനെ സമ്പത്ത് നൽകാൻ ബഖീലന്മാരാണെങ്കിൽ, ഫദ്കുറൂന ബിറകഅതൈനി ഫീ ഹാദിഹിൽ ലൈലത്തുൽ മുബാറക, ഈ അനുഗ്രഹീതമായ രാത്രിയിൽ 2 റക്അത്ത് നമസ്കരിച്ചിട്ടെങ്കിൽ എന്നെ ഓർക്കണം എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്തെങ്കിലും ഒന്ന് ദാനം ധർമ്മം നമ്മുടെ മരണപ്പെട്ടവരുടെ പേരിൽ നൽകുക എന്നുള്ളത്. നമ്മിന്ന് മരിച്ചവരുടെ പേരിൽ അങ്ങനെ ആരുമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന്, വലിയ പുണ്യമുള്ള രാത്രിയാണ്. ഇന്നത്തെ എണ്ണമില്ലാത്ത സൗഭാഗ്യങ്ങൾ നേടാൻ വേണ്ടി ഒന്നാമത് നാം അത് ചെയ്യേണ്ടതാണ്. നമ്മുടെ കുടുംബങ്ങൾ പാവപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എൻ്റെ പ്രിയമുള്ളവരെ, ആ മരണപ്പെട്ടു പോയവർ വന്ന് പറയുന്ന ചില വാക്കുകളുണ്ട്, ഇൻഷാ അല്ലാഹ് അത് പറയുന്നുണ്ട്. ആ വാക്കുകൾ വല്ലാത്ത വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാവങ്ങളോ കുടുംബങ്ങളോ ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും അവരുടെ പേരിൽ സ്വതക്ക ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബങ്ങൾ പാവപ്പെട്ടവർക്ക് നല്ല കഴിവുള്ളവരാണ്, വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല കഴിവുള്ളവരാണെങ്കിൽ, ആരും ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, അർഹരായ ഒരുപാട് പാവങ്ങളുണ്ട്, അവരെ നിങ്ങൾ മനസ്സിൽ കരുതി കൊണ്ട് ഇന്നത്തെ രാത്രി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ താഴെ നമ്പറിൽ ബന്ധപ്പെടുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈറും സന്തോഷം നൽകട്ടെ. അവർ വന്ന് പറയുന്ന ഒരു രംഗമുണ്ട്, ഹൽ മിൻ അഹദിൻ യതറഹമു അലൈനാ, നമ്മളോട് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മോട് കരുണ കാണിക്കുന്നതിനെ, ഹൽ മിൻ അഹദിൻ യദ്കുറു ഗുർബതന, നമ്മുടെ ഈ ഒറ്റപ്പെടൽ നിങ്ങൾ ഒരാളും ഈ സമയത്ത് ഓർക്കുന്നില്ലേ. യാ മൻ സകന്തും, അവർ വിളിക്കുന്നു, യാ മൻ സകന്തും ദുഅറന, നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരെ, യാ മൻ നകഹ്തും നിസാഹന, നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ ഭാര്യമാരെ വിവാഹം കഴിച്ചവരെ, വയാ മൻ അഖംതും ഫി അസ്വൽ ഖുസൂരിന, നാം ഉണ്ടാക്കിയ മനോഹരമായ വീട്ടിൽ താമസിക്കുന്നവരെ, നിങ്ങൾ
ഓർക്കുന്നില്ലേ? എന്തെങ്കിലും നമ്മുടെ പേരിൽ നിങ്ങൾ നൽകുന്നില്ലേ? നമ്മുടെ വളരെ കുതുസായ ഖബറിന്റെ ഉള്ളിലാണ് നാം കഴിയുന്നത്. എന്നിട്ട് അവർ പറയുന്നു, ഹൽ മിൻ മൻ യതഫക്കറു ഫീ ഗുർബത്തിനാ, നമ്മുടെ ഈ ഒറ്റപ്പെടലിനെ നിങ്ങൾ ആരും ഓർക്കുന്നില്ലേ? വഫഖറനാ, നമ്മുടെ ദാരിദ്ര്യത്തെ നിങ്ങൾ ആരും ഓർക്കുന്നില്ലേ? വഖുതുബനാ, നമ്മുടെ കിതാബ് മത്ബിയ്യത്തുൻ, അത് ചുരുട്ടപ്പെട്ടിരിക്കുന്നു. ഇനി എന്തും അമൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. വഖുതുബക്കും, നിങ്ങൾക്കുള്ള കിതാബ് മൻഷൂറത്തുൻ, തുറക്കപ്പെട്ടതാണ്. ഒരുപാട് അമലുകൾ ചെയ്യണേ. എന്നിട്ട് പറയുന്നു, ലിൽ മയ്യതി ഫീ ലഹ്ദിഹി ഫിത്ർ, ദാ നമുക്ക് ഈദുൽ ഫിത്ർ ഇല്ല, നമുക്ക് പെരുന്നാളില്ല, നമുക്കൊന്നുമില്ല. വല അൽഹ, നമുക്ക് വലിയ പെരുന്നാൾ ഒന്നുമില്ല. വല ഖദ്റ, നമുക്ക് ലൈലത്തുൽ ഖദ്ർ ഇല്ല. വഅൻതും, നിങ്ങളാണെങ്കിലും ഖദ് റുസിഖ്തും, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഫഗ്തനിമു, അല്ലാഹു നിങ്ങൾക്ക് തന്ന ഈ അവസരം വളരെ കൃത്യമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. നമ്മെ ദുനിയാവ് വഞ്ചിച്ചതുപോലെ നിങ്ങൾ ദുനിയാവ് വഞ്ചിപ്പിക്കാതിരിക്കട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു രംഗമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഈ ദിവസം പ്രത്യേകിച്ച് നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബാദികൾ നാം ഇന്ന് ഓർത്തിരിക്കണം. അവരുടെ പേരിൽ എന്തെങ്കിലും ഒരു ദാനം ധർമ്മം നാം ചെയ്തിരിക്കണം. ഒന്നും സാധിക്കുന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? 2 റക്അത്ത് നമസ്കരിച്ചിട്ടെങ്കിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹ് നമ്മിൽ മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മ എല്ലാവർക്കും നീ പൊറുത്തു കൊടുക്കണേ റഹ്മാനെ. മുത്തായ റസൂലിന്റെ അരികിൽ ഒരാൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ലൈലത്തുൽ ഖദ്ർ എന്നാണ്, എപ്പോഴാണെന്നറിയില്ല. അവസാനം വരുന്ന ദിവസങ്ങളാണല്ലോ നബിയെ പ്രതീക്ഷിക്കപ്പെടേണ്ടത്. അവസാനം വരുന്ന 21, 23, അതുപോലെ 25, 27, 29 ദിവസങ്ങളാണല്ലോ നബിയെ. ഈ എല്ലാ ദിവസങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനുള്ള ശേഷിയും അതിനുള്ള ആരോഗ്യം എനിക്കില്ല നബിയെ. ഞാൻ രോഗിയാണ് നബിയെ, അതിനൊരു പരിഹാരം പറഞ്ഞു തരണം. ഏതെങ്കിലും ഒരു രാത്രി ഫമുറൂനി ബിലൈലത്തിൻ ലഅല്ലല്ലാഹു അൻ യുഅഫിയനി, ഒരു രാത്രി നിങ്ങൾ നബിയെ എനിക്ക് കൽപ്പിച്ചു തന്നാൽ ഫീഹൽ ലൈലത്തുൽ ഖദ്ർ, അതിൽ ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ രാത്രി ഞാൻ കൃത്യമായി ഉപയോഗിക്കും നബിയെ. മുത്തായ റസൂൽ ആ പ്രായമുള്ള ആ വീട് അടുത്ത് വന്ന മനുഷ്യനോട് പറയുന്നു, ഫഅലൈക ബിസ്സാബിയ, 27 ഉണ്ടല്ലോ ലൈലത്തുൽ ഖദ്റിന്റെ 27-ാം രാത്രി ഉപയോഗപ്പെടുത്തുക. 27 ലൈലത്തുൽ ഖദ്ർ, പ്രത്യേകിച്ച് ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ വർഷത്തെ റമദാൻ തുടക്കം കുറിച്ചത് ചൊവ്വാഴ്ചയായതുകൊണ്ട് ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ 27-ന് സംഭവിക്കുമെന്ന് മഹാനായ ഇമാം ഗസാലി, നല്ല ഗഡസുള്ള പണ്ഡിതനാണ്, അദ്ദേഹം പറയുന്നത് ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ ഇന്ന് രാത്രി സംഭവിക്കുമെന്നാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? ഒന്നാമത് നിയ്യത്താണ്. അല്ലാഹ് ഇന്നത്തെ ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ആത്മാർത്ഥമായ ഒരു നിയ്യത്ത്. രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ ലൈലത്തുൽ ഖദ്റിന്റെ പൂർണ്ണ പ്രതിഫലം കിട്ടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാന റബ്ബിസ് സമാവാതി സബ് വ റബ്ബിൽ അർശിൽ അലീം, ഈ ദിക്റുണ്ടല്ലോ പ്രിയമുള്ളവരെ, ഒരു 3 തവണ ചൊല്ലിയാൽ തന്നെ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം നേടാൻ സാധിക്കുമെന്നാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് റഹ്മത്തിന്റെ മലക്കുണ്ടല്ലോ, സിദ്റത്തുൽ മുൻതഹ ഇറങ്ങി വരുമ്പോൾ 4 വീടുകളിലേക്ക് ആ മലക്കുകൾ കയറൂല എന്നാണ്. അതിൽ ഒന്നാമത്തെ വീടെന്നറിയുമോ? വൃത്തിയില്ലാത്ത വീടാണ്. ഇന്ന് നമ്മുടെ വീട് വളരെ വൃത്തിയും സുഗന്ധമുള്ള വീടാകണം. ദുർഗന്ധമുള്ള വീട്ടിലേക്ക് ഇന്ന് ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് വീടുകളെല്ലാം അടിച്ചുവാരി ശുദ്ധീകരിക്കണം. രണ്ടാമത്തെ ഒരു വിഭാഗം ഏതെന്നറിയുമോ? മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹുണ്ടല്ലോ, നളറ, ഇന്ന് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പ്രത്യേകമായൊരു നോട്ടമുണ്ട്. ഇന്ന് പലർക്കും അള്ളാഹു മാഫ് ചെയ്തു കൊടുക്കുന്നു. ഗഫറലഹും, പലർക്കും അള്ളാഹുവിന്റെ പാപമോചനം നൽകപ്പെടുന്ന ദിവസമാണ്. എല്ലാവർക്കും ഇന്ന് പാപമോചനം അള്ളാഹുവിന്റെ പ്രത്യേകമായി മാഫ് നൽകപ്പെടുമ്പോൾ അതിൽ 4 വിഭാഗത്തെ ഒഴിവാക്കുമെന്നാണ്. അതിൽ ഒന്ന് മുദ്മിനുൽ ഖംർ, അതായത് നിത്യം ലഹരിക്കടിമയായവൻ, അള്ളാഹു കാക്കട്ടെ, അവനിക്ക് ലൈലത്തുൽ ഖദ്റില്ല, അവനുള്ള വീട്ടിലേക്കും ലൈലത്തുൽ ഖദ്റില്ല. രണ്ടാമത് ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ,
അവനുക്കുമില്ല ഇന്ന് ലൈലത്തുൽ ഖദ്ർ. അങ്ങനെ ആരെങ്കിലും പിണക്കത്തിലാണെങ്കിൽ ഇപ്പം ഈ സമയം അവരോട് ഇണങ്ങണം. മൂന്നാമത്തെ ഖാത്തിഉർ റഹ്മ, കുടുംബബന്ധം മുറിച്ചവന്, കുടുംബത്തിൽ ജ്യേഷ്ഠനോ അനുജനോ കുടുംബത്തിൽ ആരെങ്കിലുമായി പിണക്കത്തുണ്ട്, അതിന്ന് മാറ്റിക്കളയണം. അതേപോലാമത്തെ നാലാമത്തെ വിഭാഗം മുഷാഹിനി എന്നാണ്. മുഷാഹിനി എന്ന് പറഞ്ഞാൽ തെറ്റി നിൽക്കുന്നവന്, അമ്മായി മരുമകള്, മരുമകൾ അമ്മായി, ഉമ്മ മകന്, ഇങ്ങനെ തെറ്റി നിൽക്കുന്നവർ, മനസ്സിൽ വെറുപ്പുള്ളവർ ഇന്നെല്ലാം മാറ്റണം. മരുമകൾ അമ്മായിയോട് സ്നേഹം കൊണ്ട് സംസാരിക്കണം. അമ്മായി അത് എതിർത്താലും അമ്മായി വാശിയോട് കൂടി നിന്നോട് സംസാരിക്കാതിരുന്നാൽ അമ്മായി ഉമ്മയെന്ന വില പോലും നിനക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്നത്തെ രാത്രി സ്നേഹം കൊണ്ടായിരിക്കണം. ഇന്നത്തെ രാത്രി നല്ലൊരു രാത്രിയാണ്. അതുകൊണ്ട് പിണങ്ങിയവർക്ക് ഒരിക്കലും ലൈലത്തുൽ ഖദ്റില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുന്ന രാത്രി ഞാൻ എന്താ പറയേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നക അഫുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ധാരാളമായി പറഞ്ഞു. ഇനി ഒരാൾക്ക് ലൈലത്തുൽ ഖദ്ർ സംഭവിച്ചോ ഇല്ലേ എങ്ങനെ മനസ്സിലാക്കാം? എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എല്ലാവരുടെ കൈ മുസഹഫത്ത് ചെയ്യുമ്പോൾ ജിബ്രീൽ കൈ മുസഹഫത്ത് ചെയ്തതിന്റെ അടയാളമായി പണ്ഡിതന്മാർ പറയുന്നു, മനുഷ്യ അർജുൽദുഹു, അവന്റെ തൊലിയിലേക്ക് ഒരു രോമാഞ്ചനമുണ്ടാകും. വറഖ ഖൽബുഹു, അവന്റെ കൽബിന് വല്ലാത്ത മയമുണ്ടാവും. ദമഅത ഐനാഹു, അവന്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ധാരധാരായി വരും, അവനൊന്നും അറിയില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട നിയ്യത്ത്. രണ്ടാമത്തത്, ഒന്നിനും സാധിക്കുന്നില്ല, ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, രോഗിയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടെങ്കിൽ കൂടി ഇന്ന് കിടന്നുറങ്ങണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊന്ന് നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തറിയോ? മൂന്നാമത് നാം ശ്രദ്ധിക്കേണ്ടത്, ഇന്നഹ അഫ്ളു ആയത്തുൽ ഖുർആൻ, ഖുർആനിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുണ്ടല്ലോ, അതായത് ആയത്തുൽ കുർസി എന്ന് പാരായണം ചെയ്യണം. മറ്റൊന്ന്, മൻ കാമ ബിഹിമാ ഫീ ലൈലത്തിൻ കഫതാഹു, 2 ആയത്ത്. ആ ആയത്ത് ഇന്നത്തെ രാത്രിയുടെ എല്ലാത്തിനും അത് മതിയെന്നാണ്. ആമനർ റസൂൽ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തിന് ഓതണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഇന്നഹ തഅദിലു നിസ്ഫുൽ ഖുർആൻ, ഖുർആന്റെ പകുതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്തുണ്ട്, സൂറത്തു സിൽസില. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നുള്ള സൂറത്ത് ഇന്ന് പാരായണം ചെയ്യണം. അതോടൊപ്പം അന്നഹാ തഅദിലു റുബുൽ ഖുർആൻ, ഖുർആന്റെ 4 പറഞ്ഞു സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഇന്ന് പാരായണം ചെയ്യണം. അതുപോലെ തഅദിലു സുലുസു, ഖുർആന്റെ 3 പറഞ്ഞു സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പാരായണം ചെയ്യണം. അതുപോലെ അന്നഹാ ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയമാണെന്ന് പറയപ്പെട്ട ഖൽബുൽ ഖുർആനായ സൂറത്ത് യാസീൻ, വഇന്നഹാ ലിമാ ഖുരിഅത ലഹു, എന്തിനു വേണ്ടിയാണോ അത് ഓതുന്നത് അതിനു വേണ്ടി ഉള്ളതാണെന്ന് മുത്തായ റസൂൽ പഠിപ്പിച്ചതാണ്. അതോടൊപ്പം ഇന്നത്തെ ലൈലത്തുൽ ഖദ്ർ പൂർത്തിയായി ഹയാത്താക്കി പ്രതിഫലം കിട്ടാൻ വേണ്ടി മുത്തായ റസൂൽ പറയുന്നു, മഗ്രിബ് ഇശ ഇന്ന് ജമാഅത്തായി നിസ്കരിക്കുക. ഫഖദ് അഖദ ബിഹല്ലി വാഫിർ മിൻ ലൈലത്തുൽ ഖദ്ർ, അങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദ്ർ മുഴുവനും നേടിയ പ്രതിഫലം അവനക്ക് നൽകപ്പെടുമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ സല്ലൽ ഇശാ, ആരെങ്കിലും ഒരാൾ ഇന്നത്തെ ഇശാ ഉണ്ടല്ലോ ഫി ജമാഅത്തിൻ, ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ ശത്റുൽ ലൈലത്ത്, അതായത് രാത്രിയുടെ പകുതി വരെ നിന്ന് നിസ്കരിച്ച കൂലിയാണ്. ഇദാ സ്വല്ല, അതുപോലെ സുബ്ഹ് ഫി ജമാഅത്ത്, സുബ്ഹ് നമസ്കാരം ആരെങ്കിലും ജമാഅത്തായി നിസ്കരിച്ചാൽ തീർച്ചയായും അവനിക്കുണ്ടല്ലോ അള്ളാഹു നൽകുന്നത് ശത്റ ആഖിറു, അവസാന പകുതി മൊത്തം നിന്ന് നിസ്കരിച്ച കൂലിയാണ്. അപ്പൊ ഇന്നത്തെ സുബ്ഹിയുടെയും അതുപോലെ മഗ്രിബയുടെയും ഇശായുടെ ജമാഅത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് ശ്രദ്ധിക്കുക എന്റെ പ്രിയമുള്ളവരെ. ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കലോടുകൂടി ലൈലത്തുൽ ഖദ്ർ മുഴുവനും നേടിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്നത്. അതുകൊണ്ടാരും നഷ്ടപ്പെടുത്തല്ലേ. ഇന്നത്തെ രാത്രി നല്ല നിലയ്ക്ക് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. ചില ആളുകൾക്ക് ചോദ്യമുണ്ടാവും, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചും അതുപോലെ ഖുർആൻ ഓതി തഹ്ലീൽ ചൊല്ലി ദിക്റുകളെല്ലാം ചൊല്ലിക്കൊണ്ട് നിസ്കരിച്ചാൽ നമുക്ക് തഹജ്ജുദ് നഷ്ടപ്പെടൂലേ? തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ഒന്നും കൂടി ഉറങ്ങണം, വീണ്ടാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. എന്നാൽ തഹജ്ജുദ് നഷ്ടപ്പെടൂല. പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തഹജ്ജുദ് എന്ന് പറയുന്നതുണ്ടല്ലോ, തഹജ്ജുദിനേക്കാൾ ഏറ്റവും പുണ്യമാണ് ഇന്നത്തെ രാത്രി ഉറങ്ങാതെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കൽ. ഉറങ്ങാതെ കണ്ട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ അതാ ജിബ്രീലും സിദ്റത്തുൽ മുൻതഹ വന്ന മലക്കുകൾ ഉണ്ടല്ലോ, 1-ാം ആകാശത്തിലേക്ക് പോകും. അവർ ചോദിക്കും, എങ്ങനെയായിരുന്നു ഉമ്മത്ത് മുഹമ്മദ്? ഓരോ വ്യക്തികളുടെ വിവരങ്ങൾ അതാ രേഖപ്പെടുത്തുകയാണ്.
അവർ സന്തോഷിക്കും. അങ്ങനെ 2-ാം ആകാശം, 3-ാം ആകാശം, അങ്ങനെ 7 സിദ്റത്തുൽ മുൻതഹിലേക്ക് എത്തുമ്പോൾ സിദ്റത്തുൽ മുൻതഹ ചോദിക്കും, യാ സുഖാനി, യാ സുഖാനി, യാ സുഖാനി, എന്നിൽ താമസിച്ചവരെ നിങ്ങൾ എവിടെയായിരുന്നു? ഉമ്മത്ത് മുഹമ്മദിലേക്ക് പോയതാണ്. അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുമ്പോൾ പറയും, മുതഅബ്ബിദൻ, ചില ആളുകൾ ഇബാദത്തിലാണ്, ചില ആളുകൾ മുഅ്തദിഅൻ, അതായത് മുബ്തദിഅൻ, ഇബാദത്തില്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നവരായിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ, മുതഅബ്ബിദ് എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, സ്വർഗം അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. സ്വർഗത്തിന്റെ അടുത്ത് അതിർത്തിയുള്ള ഒരു സിദ്റത്തുൽ മുൻതഹ, അതായത് ആഖിറത്തിന്റെയും അന്തരീക്ഷയുടെയും അതിർത്തിയാണ് ഈ സിദ്റത്തുൽ മുൻതഹ. സ്വർഗം പറയും, അല്ലാഹുമ്മ അജ്ജുൽഹും ഇലയ്യ, അല്ലാഹുവേ അവരെ നീ എന്നിലേക്ക് അടുപ്പിക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കും. ആ സമയത്തുണ്ടല്ലോ പ്രിയമുള്ളവരെ, ദാ സിദ്റത്തുൽ മുൻതഹും മലക്കുകളെല്ലാം ആമീൻ ആമീൻ എന്ന് പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, ഇന്നത്തെ രാത്രി നമുക്ക് തീർച്ചയായും ഹയാത്താക്കാൻ സാധിച്ചാൽ ഞങ്ങൾ നേരെ സ്വർഗത്തിലായിരിക്കും നമ്മുടെ താമസം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.